എൻ്റെ ഒരു ഡോക്ടർ സുഹൃത്ത് ഈയിടെ എന്നെ കാത്തു നിന്നൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ചോദിച്ചത് കാറ് പഴുതായി ഒന്ന് മാറ്റണം. അപ്പോൾ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന കാറ് ടൊയോട്ട അൽറ്റിസാണ്. വലിയ പഴക്കമൊന്നുമില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാർ ഷോറൂം കണ്ടീഷനാണ്. എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നല്ല പുതിയ കാർ പോയിട്ടുണ്ടാവും എപ്പോഴും, നല്ല വണ്ടി. പക്ഷേ അദ്ദേഹത്തിന് മാറ്റണം. അപ്പോൾ മാറ്റാനുള്ള കാരണം ചോദിച്ചപ്പോൾ വൈഫിനും കുട്ടികൾക്കും അത് മാറ്റണമെന്നുണ്ട്. കാരണം പുതിയ വണ്ടി വേണം. വൈഫാണെങ്കിൽ പുതിയ വണ്ടി ഇനി പുതിയ വണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഴുതായില്ലേ, നാട്ടിലിറങ്ങിയാലും ആൾക്ക് വണ്ടി മാറ്റുന്നില്ല. മറ്റേ എല്ലാവരും ചോദിക്കുകയാണ്, സുഹൃത്തുക്കളൊക്കെ പുതിയ വണ്ടി വാങ്ങുന്നില്ല എന്നുള്ളത്. അവിടെ കൂടെ എന്തിനാ വണ്ടി വാങ്ങുന്നത്? എല്ലാവരും പുതിയത് വേണ്ടേ? മാത്രമല്ല ബാംഗ്ലൂരൊക്കെ അടച്ചു തീർന്നു. 4 വർഷമായില്ലേ, 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങാം. അവർക്കൊരു SUV വാങ്ങും, മാറ്റമാവട്ടെ. വലിയൊരു SUV ഏതെങ്കിലും നോക്കി വാങ്ങും. അല്ല, SUV വേണ്ട. SUV മറ്റേ പാരൻസിന് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് വേണ്ട. വൈഫിനും കാറിനെയാണ് സെഡാൻ തന്നെയാണ് നല്ലത്. ഓക്കെ. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ നിങ്ങൾ ഈ കാറ് കഴുകുന്നത് നിങ്ങളല്ല, കാറ് കഴുകുന്ന സെർവൻ്റായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതെ. അപ്പോൾ ഡോക്ടർ ഈ കാറ് കഴുകുന്നില്ല. കാലത്ത് ക്ലിനിക്കിലേക്ക് പോകേണ്ട സമയത്ത് അവസാന നിമിഷം തിരക്കൂട്ടിയാണ് ചാടി കയറി പോകുന്നുണ്ടാവുക കാറിൽ, അല്ലേ? അത് കഴിഞ്ഞ് ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്തുമ്പോഴത്തേക്കും ക്ലിനിക്കിൽ തിരക്കായിട്ടുണ്ടാവും, വിളികൾ വരും. അപ്പോൾ പിന്നെ തിരക്ക് പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് എത്താനാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നിങ്ങൾ ക്ലിനിക്കിൽ കൂടുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നവരെ വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞിട്ടാണ്, രാത്രിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ രാത്രി നിങ്ങൾ നേരെ വണ്ടി കയറി നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നു. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വണ്ടി കാണുന്നില്ല. വണ്ടിയുടെ പുറം ഭാഗം നിങ്ങൾ മൊത്തത്തിൽ കാണുന്നില്ല. ടോട്ടാലിറ്റിയിൽ വണ്ടി നിങ്ങൾ കാണുന്നില്ല. ഫാമിലിയും കാണുന്നുണ്ടാവില്ല. ആകെ വണ്ടി കാണുന്നത് നാട്ടുകാർ മാത്രമായിരിക്കും. ഞാനടക്കമുള്ള നാട്ടുകാരാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർക്ക് വണ്ടി മാറണമെന്ന് പറയുമ്പോൾ ഡോക്ടർ ഇതിൻ്റെ ഔട്ട്സൈഡ് കണ്ട് മടുത്തിട്ടൊന്നുമില്ല. ആകെ കാണുന്ന ഇൻസൈഡാണ്. പുതിയൊരു സെഡാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൽ വലിയ വ്യത്യാസം വരാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഡോക്ടർ വാങ്ങുന്നത്? വേറെ മെക്കാനിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല. കാണുമ്പോൾ നല്ല വണ്ടിയാണ്, മെക്കാനിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല, നല്ല സർവീസുള്ള വണ്ടിയാണ്. പിന്നെ എന്തിനാണ് ഡോക്ടർ 50 ലക്ഷം കൂടെ കൊണ്ടുപോയി കളയുന്നത് എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇത്തരം ലക്ഷൂറിയസ് എക്സ്പെൻസുകളൊന്നും നമുക്ക് വേണ്ടിയല്ല, പ്രസ്റ്റീജിന് വേണ്ടിയാണ്. സോഷ്യൽ പ്രസ്റ്റീജ്, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് പ്രസ്റ്റീജ്, നാട്ടുകാരാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു വല്ലാത്ത പ്രശ്നമാണ്. നമ്മളിപ്പോൾ പുതിയ വസ്ത്രങ്ങൾ, പുതിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും വിലയാണ് പ്രശ്നം. കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് പോവുക, അത് ഗുണകരമാണോ എന്നുള്ളതല്ല വിഷയം. നിലവിലുള്ളത് മാറ്റുക. അപ്പോൾ ഫോണാണെങ്കിലും എന്താണെങ്കിലും നിലവിലുള്ളത് മതിയായി, മടുത്തു, പഴയതായി എന്നുള്ളതാണ്. പഴയതായി എന്നുള്ള ഒരു ഡെഫിനിഷൻ തന്നെ കറക്റ്റ് അല്ല എന്നുള്ളതാണ്. ഇത് ശരിക്ക് വെബ്ലൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഇക്കണോമിക്സിലുള്ള പ്രിൻസിപ്പിളുണ്ട്. വെബ്ലൻ തിയറിയിൽ വെബ്ലൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. തോസ്റ്റൻ വെബ്ലൻ എന്ന് പറയുന്നൊരു അമേരിക്കൻ ഇക്കണോമിസ്റ്റിൻ്റെ പ്രിൻസിപ്പിളാണിത്. അപ്പോൾ അതിൽ പറയുന്നത് ഡിമാൻഡ് ഓഫ് എ ലക്ഷറി ഐറ്റം ഇൻക്രീസസ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് എന്നാണ്. ലക്ഷറി ഐറ്റംസിൻ്റെ വില എത്ര കൂടുന്നോ അത്രയും അതിന് ഗുണമുണ്ടെന്ന് വിശ്വസിച്ച ആളുകൾ അതിൻ്റെ പുറകെ കൂടുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ വീടൊക്കെ പുറമേ നിന്ന് പെയിൻറ്റ് ചെയ്യും, വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്യും. ഇൻസൈഡ് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ വൃത്തിയൊന്നുമില്ലാതെ തന്നെ പഴയതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. പുറമേ നിന്ന് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും. പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് വാങ്ങിക്കൂട്ടും. പലരും വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഈ വാച്ചിന് എന്താ വില എന്ന് ചോദിക്കും. ഈ വാച്ചിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല നമ്മുടെ കടയിൽ, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ പറയുമ്പോഴാണ് വാച്ചിന് അത്രയും വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. വസ്ത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പല സാധനങ്ങൾ, പ്രത്യേകിച്ച് വസ്ത്രങ്ങളൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതിനേക്കാൾ ഇക്കണോമിക്കലായിട്ട് സ്റ്റഫ് വാങ്ങിയിട്ട് നമുക്ക് ഒരു തുന്നക്കാരനെ കൊണ്ട് തുന്നിച്ചെടുക്കാം നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ 5000 രൂപയ്ക്ക് വാങ്ങുന്നൊരു ഷർട്ട് 1000 രൂപ മെറ്റീരിയൽസിന് കൊടുത്താലും ഒരു 1000 രൂപ സ്റ്റിച്ചിങ് ചാർജ് കൊടുത്താലും 2000 രൂപയ്ക്ക് അതിനേക്കാൾ മനോഹരമാണ് നമുക്ക് ഫിറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് സാധനം കിട്ടും. പക്ഷേ ആളുകൾ പുറകെ പോകുന്നത് ഇത്തരം ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ്, ബ്രാൻഡുകൾക്ക് പുറകിലാണ് പോകുന്നത്. അതിന് ഗുണമുണ്ടോ ഇല്ല എന്നുള്ള വിഷയം. അത്രയും പൈസ ഞാൻ കൊടുത്തു എന്നുള്ളതാണ് വിഷയം. അത്രയും പൈസ കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് അതിന് ഗുണമുണ്ടാവും എന്നുള്ളൊരു സങ്കല്പമാണ്. അത് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ വളരെ കൂടി വരുന്നൊരു പ്രവണതയാണ്. വില കൂടുമ്പോൾ അതിൻ്റെ ഈ ഉയരം കൂടുമ്പോൾ ചായക്ക് രുചി കൂടുന്നൊക്കെ പറയുന്നത് പോലെയാണ്. വില കൂടുമ്പോൾ സാധനത്തിൻ്റെ ഗുണം കൂടുന്നു എന്നുള്ള മിഥ്യാധാരണയിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ, പ്രത്യേകിച്ച് ലക്ഷറി ഐറ്റംസ് വാങ്ങാനായിട്ട് ശ്രമിക്കുന്ന ഒരു പുതിയ സമൂഹം, പുതിയ തലമുറ ഗംഭീരമായിട്ട് വളർന്നു വരുന്നുണ്ട് സംശയം. പക്ഷേ ഇവരൊക്കെ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ ആളുകളൊക്കെ പലപ്പോഴും കടലിൽ നിന്ന് മീൻ പിടിച്ച് കൊണ്ടുവരുന്ന നമുക്ക് സ്ത്രീയോട് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ
ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യും. അവിടെ ബാർഗെയിൻ ചെയ്യും നമ്മൾ. ശരിക്കും ഏറ്റവും നല്ല സാധനം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വില കുറച്ച് ചോദിക്കും. ഗുണ്ടൽപേട്ടിലെ വഴിയോരങ്ങളിൽ പച്ചക്കറികളും പഴങ്ങളും വിൽക്കുന്ന ആളുകളോട് നമ്മൾ ഇതേ സമീപനം തന്നെയായിരിക്കും. അവിടെയും നമ്മൾ പലപ്പോഴും ആളുകൾ കട്ട് ത്രോട്ട് ബാർഗെയിനിങ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കർഷകർ അവരുടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുവരാണ്, ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ, വിലമതിക്കാനാവുന്ന സാധനങ്ങൾ, അതിന് ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് മത്തി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, മത്തിയുണ്ട്. പക്ഷെ പണ്ട് ചാള എന്ന് പറയുക, ചാള എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. അപ്പം മീൻകടയിൽ പോയി കഴിഞ്ഞാൽ ചാള വാങ്ങുന്നത് സ്വകാര്യമായിട്ട് വാങ്ങുള്ളൂ, നോക്കി നിന്ന് ആരും ഇല്ലാത്തപ്പോഴേ വാങ്ങുള്ളൂ. ആരും ചാള വാങ്ങുന്ന ആരും കാണാൻ പാടില്ല. കാരണം ചാള വില കുറഞ്ഞ മീനാണ്, വളരെ വില കുറഞ്ഞ മീനാണ്, പെട്ട മണം ഉണ്ടാവും അതിന്. അപ്പോൾ ആ വാങ്ങില്ല. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ സ്റ്റാറ്റസ് മാറി, മത്തിക്കാണ് ഇപ്പോൾ ഏറ്റവും വില കൂടുതൽ. അതുകൊണ്ട് തന്നെ പരസ്യമായിട്ട് ചാള വാങ്ങാനൊക്കെ ആളുകൾ തയ്യാറായി കഴിഞ്ഞു. ഈ ചാള വാങ്ങാൻ മടിക്കുന്ന ആളുകൾ പഴക്കടയിൽ പോയിട്ട് 500 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങും. ആപ്പിളിനോളം ഗുണമില്ല മത്തിക്കെന്നാണ് നമ്മുടെ ധാരണ. സത്യത്തിൽ വിലയും മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് വരുന്നത്. വില വർദ്ധിക്കുന്നതും കുറയുന്നതൊക്കെ അതിൻ്റെ പ്രോക്സിമിറ്റി അനുസരിച്ചാണ്, സാമീപ്യം അനുസരിച്ച്, എവിടെ കിട്ടുന്നു എന്നുള്ളതിൻ്റെ സാമീപ്യം അനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മുടെ കോസ്റ്റൽ ഏരിയയിലൊക്കെ ഉള്ള ആളുകൾക്ക് മത്തി കിട്ടുന്നത് 1 കിലോമീറ്ററിനുള്ളിലോ 10 കിലോമീറ്ററിനുള്ളിലൊക്കെ ആയിരിക്കും. മാത്രമല്ല മത്സ്യം അങ്ങനെ സൂക്ഷിക്കാനും ഒരുപാട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ് കൊടുക്കേണ്ടി വരും. വില കുറയുന്നതിൻ്റെ കാരണം അതാണ്, ക്വാളിറ്റിയുടെ ബേസിലല്ല, ന്യൂട്രിയൻസിൻ്റെ ബേസിലല്ല വില വരുന്നത്. എന്ന് വെച്ചാൽ കാശ്മീരിൽ നിന്നോ ഹിമാചലിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആപ്പിള് നമ്മളുടെ അടുത്തേക്ക് ഓടിയെത്താൻ വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് അതിൽ കൂടി വരുന്നത്. അതതിൻ്റെ ന്യൂട്രിയൻ വാല്യൂ അല്ല. വിലയും വാല്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട്, വാല്യൂവും പ്രൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. തിരിച്ചറിയേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ മതിയാവും. പലപ്പോഴും വാല്യൂ അല്ല പ്രൈസായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് പ്രസ്റ്റീജാണ്. പ്രസ്റ്റീജിന് വേണ്ടിയാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്. അതൊരു വൃഥാ വ്യയം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രദ്ധാപൂർവം നീങ്ങിക്കഴിഞ്ഞാൽ അത്തരം ഒബ്സഷൻസ്, തോസ്റ്റൺ വെബലൻ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് പറഞ്ഞു വെച്ച കാര്യം കൂടുതൽ ശരിയായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നൂറ്റാണ്ടിന് മുമ്പാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. വില കൂടുന്തോറും സാധനങ്ങളുടെ ക്വാളിറ്റി കൂടും എന്ന് പറയുന്നൊരു മിഥ്യാധാരണ ആളുകളിൽ കടന്നുകൂടിയിരിക്കുന്നു. അത് ദുർവ്യയം എന്ന് പറയുന്ന പുതിയ ഒരു വിപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധാപൂർവ്വം സമീപിക്കേണ്ട ഒരു വിഷയമാണ്.